നമസ്കാരം. എല്ലാവർക്കും സുദർശന അസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് അഥവാ നമ്മുടെ പുതിയ 2024 വാർഷിക ഫലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. നമുക്ക് എന്തായാലും അല്പം താമസിച്ചു പോയി നിങ്ങളുടെ വർഷഫലം ഇടുന്നതിന്. അത് ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നിങ്ങളത് കണ്ടിട്ടുണ്ടെന്നറിയില്ല. അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. നിങ്ങളുടെ ഭാഗ്യ നമ്പറുകളെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ നിങ്ങൾ ഭാഗ്യ നമ്പറായിട്ട് വന്നാൽ നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന ഫലങ്ങളെ സംബന്ധിച്ചു അതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിക്കൊള്ളുക. ഈ കഴിഞ്ഞ 2024 ജനുവരി മാസം 1-ാം തീയതി രാവിലെ പുലർച്ചെ നമ്മൾ ധനുലഗ്നത്തിൽ ആണ്. ധനുലഗ്നം വരുമ്പോഴത്തേക്ക് ആ രാശിയിൽ നമുക്ക് ചൊവ്വയും സൂര്യനുമാണ് നിൽക്കുന്നത്. അതിൻ്റെ 3-ൽ ശനിയും 4-ൽ രാഹുവും 5-ൽ വ്യാഴവും നമുക്ക് 8-ൽ 9-ാം ഭാവത്ത് ചന്ദ്രനും 10-ാം ഭാവത്ത് കേതുവും 12-ൽ ശുക്രനും ബുധനുമാണ് നമ്മുടെ ഗ്രഹസ്ഥിതികൾ. അപ്പോൾ ആ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ തിരുവാതിര, പുണർതം, ചോതി, വിശാഖം, പൂരുരുട്ടാതി, മകയി, പിന്നെ ഉത്രം, ആയില്യം, പൂയം, ഉത്രട്ടാതി, രേവതി, വിശാഖം ഈ നക്ഷത്രങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് തിരുവാതിര, പുണർതം, ചോതി, വിശാഖം, പൂരുരുട്ടാതി, ഉത്രം, ആയില്യം, പൂയം, ഉത്രട്ടാതി, രേവതി, വിശാഖം ഈ നക്ഷത്രക്കാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയാണ് വരാൻ പോകുന്ന ഫലം നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം. എങ്ങനെ ഇരിക്കുമോ നമുക്ക്. ഇവിടെ ഞാൻ പറയാൻ പോകുമ്പോഴേക്ക് നമ്മൾ അഷ്ടമശനിയോ കണ്ടകശനിയോ ഏഴരശനിയോ അല്ലെങ്കിൽ വ്യാഴൻ്റെ മാറ്റങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ നമുക്ക് പരിഗണിക്കപ്പെടേണ്ടതില്ല. അത് പരിഗണിക്കപ്പെടേണ്ട എന്നുള്ളതല്ല, നമ്മൾ അങ്ങനെ പറ്റിയുള്ള ഫലങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിരിക്കെ നമുക്ക് എങ്ങനെ ആവും അതൊന്നും മാറാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എങ്ങനെയാണ് ശുഭമെന്നുള്ളത് വരുന്നത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതിനുള്ളൊരു ഫലം പറയാം. അതിനുള്ള ഒരു ഉദാഹരണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നല്ല ഒരു വളരെ വേനൽക്കാലം വളരെ നമുക്ക് കഷ്ടത അനുഭവിക്കുന്നൊരു വേനൽക്കാലത്ത് നമുക്കൊരു മഴ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 1-2 മഴ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആശ്വാസം നമുക്കുണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ചില കാലദോഷങ്ങൾ നിൽക്കുമ്പോഴും നമുക്ക് ചില നല്ല ഫലങ്ങൾ കടന്നു വരാം. നല്ല ഫലങ്ങൾ ഇരിക്കുമ്പോഴും ചില ദോഷഫലങ്ങളും അതിനകത്ത് കടന്നു വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും മറ്റു വിഷമങ്ങളൊന്നുമില്ല, വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുള്ളിക്കാരനോട് കാല് ഒന്ന് മടങ്ങി വീണ് എല്ലൊന്ന് പൊട്ടി അദ്ദേഹത്തിന് പ്ലാസ്റ്റിട്ട് കിടക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഒരു ദോഷമാണ്. മറ്റുള്ള ഗുണങ്ങളെല്ലാം ഇരുന്നിട്ടും നമുക്കിങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ചിന്തിക്കാമല്ലോ. എല്ലാവർക്കും ഇങ്ങനെയുള്ള ചില ഫലങ്ങൾ നമുക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ വർഷം ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ നല്ല ഫലങ്ങളായിട്ട് നമുക്ക് പറയാൻ വിശേഷിച്ചും തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വിശേഷിച്ചും വ്യാഴം 12-ൽ ഏപ്രിൽ കഴിയുമ്പോൾ വ്യാഴം 12-ൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കി പോകുമോ എന്നുള്ളത് വിഷയമൊക്കെ വരും. പക്ഷേ എല്ലാവർക്കും ഒരേ കണക്ക് ഈ വ്യാഴം 12-ൽ വരുമ്പോൾ ദോഷം ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളവും അവരൊക്കെ ഈ ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനി മൂലക്ഷേത്രത്തിൽ ഇപ്പോൾ നിൽക്കുന്ന സമയമായതുകൊണ്ടും അവർക്ക് സംബന്ധിച്ചും നല്ല ഫലങ്ങളൊക്കെ തന്നെ വരേണ്ടതാണ് എന്നുള്ള സൂചനയാണ് ഈ വർഷം. ചില കാര്യങ്ങൾ ചില തീരുമാനമെടുത്ത് പോകേണ്ടി വരും. ചില പുതിയ വാഹനങ്ങളെ ഏതെങ്കിലും ഒന്ന് മാറ്റിയെടുക്കേണ്ടി വരികയോ അതല്ലെങ്കിൽ പുതിയ ഗൃഹങ്ങൾക്ക് എന്തെങ്കിലും ഒരു വസ്തുവകകൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ഗൃഹങ്ങൾ ഏതെങ്കിലും തീർക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മുന്നോട്ട് നീങ്ങിയാൽ അതിൽ നടപ്പിൽ വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ. പൊതുവിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് സംബന്ധിച്ച് ഈ പറയുമ്പോഴത്തേക്കും മകയിരത്തിനും ഉത്തരത്തിനോ ആയില്യത്തിനും പൂയത്തിനും ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ആയില്യത്തിനും പൂയത്തിനും അഷ്ടമശനി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം നമുക്ക് അവർക്ക് ഈ വർഷം അതായത് ഈ വർഷം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ആ വർഷം കഴിഞ്ഞ് 2025 പകുതിയോടെ എത്തുമ്പോൾ മാത്രം അവർക്ക് കൂടുതൽ ദോഷാനുഭവങ്ങൾക്ക് ഉള്ള സാധ്യതകൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നക്ഷത്രത്തിന് ഈ പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞു വന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവെയുള്ള ശുഭകരമായ ചില അനുഭവങ്ങളും വരും. ദുഃഖകരമായ അനുഭവങ്ങളെന്ന് ചില മോചനങ്ങൾ ഉണ്ടായി വരേണ്ട സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായ ഉന്നതി അവർക്ക് വലിയ ഉന്നതിയൊന്നും വന്നില്ലെങ്കിലും സാമ്പത്തികമായ മേന്മ കൈവരിക്കാനില്ലെങ്കിൽ അവർ ചില കാര്യങ്ങളിൽ ചില ആശ്വാസകരമായ ചില അനുഭവങ്ങൾ അവർക്കുണ്ടാകാൻ സാധ്യതകളുണ്ട്. ചില കേസുകളിൽ നിന്നും ചില വിടുതലുകളൊക്കെ വന്നു കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. അതുമാത്രമല്ല ചിലർക്ക് ഈ
ഈ വർഷം ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലൊന്ന് കയറേണ്ടി വരികയോ എടുക്കാനും ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെ ഒന്നുണ്ട്. ചില കേസുകൾ വ്യവഹാരപരമായിരിക്കുന്ന കേസുണ്ടെങ്കിൽ അതിൽ തീർപ്പുണ്ടാകാനുള്ള യോഗവും ഇതിനകത്ത് കാണുന്നു. ദാമ്പത്യപരമായിരിക്കുന്ന വിഷയങ്ങളിൽ സന്തോഷകരമായ അനുഭവങ്ങളിൽ കുറഞ്ഞു പോയില്ലെന്നുണ്ടെങ്കിലും അത് വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാനുള്ള സാധ്യത കുറവാണ്. സന്തോഷകരമായി മുന്നോട്ട് പോകാനും മറ്റുള്ള പരിഹാരങ്ങൾ ഞാൻ പിറകെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ പറയുന്നുണ്ട്. ചില കടക്കാരെ സംബന്ധിച്ചിടത്തോളം കടകളെല്ലാം തീർത്ത് നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള യോഗവും വരുന്നുണ്ട്. ചില ലോണുകളോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ചൊന്ന് അടച്ചു തീർത്ത് മുന്നോട്ട് പോകാനുള്ള യോഗവും ഈ വർഷം നമുക്ക് ലോണിൽ ഏതെങ്കിലും പാസ്സായി കിട്ടാനുള്ള സാധ്യതകളും നമുക്കുണ്ട്. ബിസിനസ്സിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു നിലവാരം കൈവരിക്കാൻ ഈ വർഷം പകുതി കഴിയുന്നതോടുകൂടി നമുക്ക് കുറച്ചുകൂടെ സാധ്യതകളുണ്ട്. ഏതൊരു മേഖലയിൽ നമ്മൾ കൈവരിച്ചിരിക്കുന്ന ഏതൊരു മേഖലയിലാണോ ആ മേഖലയിൽ കുറച്ചുകൂടെ പ്രയാസങ്ങൾ കൂടിയാണ് പോകുന്നതെങ്കിൽ അതിൽ നേട്ടം കൈവരിക്കാനുള്ള യോഗവും ഇതിനകത്ത് കൈവരിക്കാം. അപ്പോൾ വിവാഹം കാക്ഷിച്ചിരിക്കുന്ന വിവാഹത്തെ സംബന്ധിച്ചിരിക്കുന്നവർ ചിലത് അടിച്ചു വരുന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രേമനൈരാശ്യം കൊണ്ടും പ്രേമത്തെ സംബന്ധിച്ചിടത്തോളവും പ്രേമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ സാഫല്യം അതിനകത്ത് ലഭിക്കാനുള്ള സാധ്യത കുറവുണ്ട്. അവരിൽ നമുക്ക് അനുരാഗം തീഷ്ണമായിരിക്കുന്നവരെ സംബന്ധിച്ച് ചില സാഹസികതകളോ അവർ കാണിച്ചു പോകുമോ എന്ന് സംശയിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ളതിൽ പ്രയാസങ്ങളുണ്ടാകുന്ന ഒരു നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് പലതിലും. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ചില വിവാഹത്തിൽ കലാശിക്കുന്നതിനെ സംബന്ധിച്ച് വിവാഹം നടന്നു കിട്ടിയാൽ തന്നെയും ഈ വർഷം കഴിയുമ്പോഴത്തേക്ക് ചില ദോഷങ്ങൾ കൂടി വരാൻ സാധ്യതകളുണ്ട്. പുതിയ പ്രേമബന്ധങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഒന്നിലധികം വിവാഹം കഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കൂടി ഈ വർഷം ചിലർക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും ഒരു ബന്ധത്തിലേക്കൊക്കെ പോയി ചാടാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ഗൃഹാരംഭം മുതലായിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഈ വർഷം നല്ലതാണ്. അതിന് കൊള്ളാം. സാമ്പത്തികമായിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊക്കെ നമുക്ക് ലഭിക്കും. അത് വെച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങളും പദ്ധതികളും നടപ്പാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹോട്ടൽ വ്യവസായം മുതലായിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകാനുള്ള സാധ്യതയും കൈവരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പൊതുവിലെ ഗുണങ്ങളും ദോഷങ്ങളുമായ ചില അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട് എല്ലാത്തിലും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഗുണകരമായ ഗുണവും ദോഷവുമാണെന്ന് കണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഗുണവും ദോഷവും നമുക്കിങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കാൻ ജാതകത്തിൽ കൂടി നമ്മുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അന്വേഷിക്കുക. ആ ജാതകം എങ്ങനെയുണ്ട് എന്നുള്ളതുകൂടി നമ്മൾ പരിശോധിച്ചാൽ ജാതകത്തിൽ ദശാകാലങ്ങളും ദശാനുഭവങ്ങൾ കൂടി ചാരവശാൽ അപഹാരങ്ങളും ചിത്രങ്ങളും ഒക്കെ പരിശോധിച്ചു കൊണ്ടാൽ അവർക്ക് കുറച്ചുകൂടെ ഏതെങ്കിലും നല്ല അനുഭവങ്ങൾ വരാൻ യോഗമുണ്ടോ എന്നുള്ളതുകൂടെ ചിന്തിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ദേവി, ശിവൻ, വിഷ്ണു ഈ മുതലായിരിക്കുന്ന ദേവതകൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നതനുസരിച്ചുള്ള വഴിപാടും പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് സന്തോഷകരമായിട്ട് മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആരോഗ്യം വീണ്ടെടുത്ത് അപ്പോൾ നമുക്ക് ചിലവർക്ക് സംബന്ധിച്ച് ചിലപ്പോൾ നിലനിന്ന ആരോഗ്യത്തിന് ചില വിഷമങ്ങളൊക്കെ വരാനിടയുള്ളതുകൊണ്ട് അവർക്ക് ആരോഗ്യകരമായ കുറച്ചുകൂടെ നല്ല അവസ്ഥ ഉണ്ടാക്കി തീർക്കുന്നതിന് നരസിംഹമൂർത്തിക്ക് വേണ്ടുന്നതായ പാനകം എന്ന നൈവേദ്യം നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ശ്രേയസ് ഐശ്വര്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി ഹോമവും ഭഗവതി സേവയും നമുക്ക് ചെയ്യാം. ഐശ്വര്യവും ഭഗവതി സേവയും ചെയ്യുന്ന കൂട്ടത്തിൽ അതിൽ കൂടി ഭാഗ്യസൂക്തവും ഐകമത്യ സൂക്തവും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള അർച്ചനകളും കാര്യങ്ങളും ചെയ്താൽ മാസം തോറും ഒരു 12 മാസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ ഗുണഫലങ്ങൾ കൂടി നമുക്ക് ദോഷമായി നിൽക്കുന്ന ചില അനുഭവങ്ങളൊക്കെ മാറി വരും എന്നുള്ള ചില വിശേഷ ഫലങ്ങൾ കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് തരികയാണെന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും രോഗമായിട്ട് കൂടുതൽ അവസ്ഥകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ശിവപൂജ കണ്ടിന്യൂ ചെയ്തുകൊള്ളുക. പിന്നെ ഐശ്വര്യപ്രാപ്തിക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതും ലക്ഷ്മി ദേവിയുടെ പൂജകളുമൊക്കെ നടത്താം. കൂടുതൽ ചിലവർക്ക് ശത്രുതകളൊക്കെ വന്നു കൂടാനുള്ള ഈ പറയുന്നതിൽ ചിലർക്ക് ശത്രുതകളൊക്കെ വന്നുകൂടാനുള്ള സാധ്യതയും ചില വ്യക്തിയിൽ ചില നല്ല കുടുംബ ബന്ധമായാലും ബന്ധുക്കളിലായാലും അല്ലെങ്കിൽ സഹവർത്തികളിൽ നിന്നായിരുന്നാലും കൂട്ടുകൂടി നല്ല ഐക്യത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ചില വേർപിരിയലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ നേരത്തെ പറഞ്ഞ പരിഹാരങ്ങളെല്ലാം ചെയ്തുകൊള്ളുക. അവരവരുടെ ജാതകങ്ങളുടെ എല്ലാത്തിനും അവരവരുടെ ജാതകങ്ങളുടെ യോഗങ്ങൾക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അവരുടെ ദശാകാലങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതെല്ലാം ഇതിനടിസ്ഥാനമായിരിക്കും. ഞാൻ പറയുമ്പോൾ ഒരു പൊതുഫലങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. മറ്റതെല്ലാം അതുകൂടെയൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളത്. വിധാത ലിഖിത ജാത ലലാട അക്ഷരമാലിക ദൈവജ്ഞതി പടയിൽ നിത്യം ഹോരാ നിർമ്മല ചക്ഷുഷ എന്നാണല്ലോ.
അപ്പോൾ വിധാതാവ് ബ്രഹ്മാവ് എന്താണോ ലലാടത്തിൽ നമ്മുടെ ലലാടം നെറ്റിയിൽ എഴുതപ്പെട്ടത് എന്താണോ എന്ന് പറയും, നിങ്ങളുടെ തലയിലെഴുത്തെന്ന് പറയാറുണ്ടല്ലോ. ആ തലയിലെഴുത്തിനെ ജ്യോതിശാസ്ത്രമാക്കുന്ന ശാസ്ത്രം പഠിച്ചിട്ട് ജ്യോത്സ്യന്മാർ ജാതകമെന്ന നിരൂപണം നടത്തുന്നു. അവരുടെ ഭൂതവും ഭാവിയും വർത്തമാനങ്ങളും പറയുന്നതിന് ഈ ജാതകത്തിൽ കൂടി ആ ഗ്രഹങ്ങളെ കൊണ്ടും നക്ഷത്രങ്ങളെ കൊണ്ടും രാശികളെ കൊണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ ചരാചരങ്ങളെ പറ്റിയും അതിൽ സൂചിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ ഫലങ്ങളും നല്ല ഫലങ്ങളും ഗുണഫലങ്ങളും ഒക്കെ ഗുണദോഷ നിരൂപണം നടത്തുന്നതിന് ഉപയുക്തമായിരിക്കുന്ന ഈ ശാസ്ത്രശാഖ അത് ജാതകത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത്, അഥവാ പ്രശ്നത്തിലും അത് ചിന്തിക്കാം. പക്ഷെ നമുക്ക് ചാരവശാലുള്ള ചില ഈ വർഷം എനിക്ക് ഇങ്ങനെ ഇരിക്കുമെന്നുള്ള ചില ആൾക്കാരുടെ, നമ്മുടെ കേൾവിക്കാരുടെ അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ അവരുടെ ആഗ്രഹങ്ങൾ അതിനൊരു കോട്ടം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫലം കൂടെ നമ്മൾ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ഫലങ്ങളൊക്കെ ഞാൻ ഗ്രഹസ്ഥിതിയും ശാസ്ത്രീയവുമായിട്ടുള്ള വിലയിരുത്തൽ കൂടിയാണ് ഇത് ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫലങ്ങളെല്ലാം കേട്ടിട്ട് വേണ്ടതുപോലെ യുക്തിയുക്തമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. എടുത്ത് ചാടി ഒന്നും നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഈ വർഷം വളരെ ആലോചിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ധനനഷ്ടത്തിന് സാധ്യതകളുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് നയിക്കുന്നതിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൽ നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എല്ലാത്തിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സാകുന്ന ഒരു കുതിര എപ്പോഴും നമ്മുടെ നല്ല ശക്തിമത്തായിട്ട് പ്രവർത്തിക്കട്ടെ. അതിൽ കൂടി നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വാട്സാപ്പിലേക്ക് എൻ്റെ വിവരങ്ങൾ തരികയും അറിയാനും ശ്രമിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കരുത്. യെസ് ഓർ നോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രമിക്കുക. നല്ലത് വരട്ടെ. നമസ്കാരം.